ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് റസൂലിനെ അയച്ചത് ഒരു അനുഗ്രഹമായിക്കൊണ്ടാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയുള്ള അനുഗ്രഹമാണ് കഅബയെ നിങ്ങൾക്ക് കിബിലയാക്കി തന്നതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ നമസ്കാരം കൊണ്ടും സഹനം കൊണ്ടും സഹായം തേടിക്കൊള്ളുക, അള്ളാഹു നിശ്ചയമായും ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത് എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അപ്പം ഇനി പറയാൻ പോണത് ഈ അടുത്ത പേജിൽ തുടക്കം പറയണത് ശുഹദാക്കളെ കുറിച്ചിട്ടാണ്. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ യശ്ഉറൂൻ. ഈ ആയത്തിൽ അള്ളാഹു പറയണ എന്താ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ നിങ്ങൾ മരണപ്പെട്ടവർ എന്ന് പറയരുത്. അവര് അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിക്കുന്നവരാകുന്നു, പക്ഷെ നിങ്ങളത് അറിയുന്നില്ല എന്നേ ഉള്ളൂന്ന്. നമ്മൾ സാധാരണ ഒരു വ്യക്തി മരണപ്പെടുന്നത് പോലെയല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ട ഒരാൾ എന്നാണ് പറയണത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മക്ക ജീവിതകാലത്ത് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലേ. ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരേ ഒരു കാരണം കൊണ്ട് സുമയ്യ റളിയല്ലാഹു അൻഹു ഷഹീദാണല്ലേ. കുന്തം കൊണ്ട് കുത്തി ഗുഹ്യസ്ഥാനത്ത് കുത്തിയിട്ടാണ് അവരെ കൊലപ്പെടുത്തിയത്. അപ്പോഴും അള്ളാഹു ഇവർക്കെതിരെ തിരിച്ചടിക്കാൻ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലം 13 വർഷമായിരുന്നു. ആ 13 വർഷം പീഡനങ്ങൾ ഏറ്റുകൊണ്ടാണ് അവരവിടെ ജീവിച്ചത്. അപ്പോഴും അള്ളാഹു അവരോട് പറഞ്ഞത് കുഫു ഐദിയക്കും എന്നാണ് പറയുന്നത്, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ അടക്കി വെക്കുവാൻ. തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദം ഉണ്ടായിട്ടില്ല. അവരെന്തിനു വേണ്ടിയാണ് ഈ അടിയും മർദ്ദനങ്ങളും ഒക്കെ ഏറ്റത്? എന്തിനാണ്? ദീനിന് വേണ്ടി മാത്രമാണ്. ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നൊരു തെറ്റിന് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവർ രക്തസാക്ഷിത്വം വഹിച്ചത്. ആ ഒരൊറ്റ കാരണം കൊണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് പറയണത്. അത് കഴിഞ്ഞ് 13 കൊല്ലം മർദ്ദനങ്ങൾ ഏറ്റ് കഴിഞ്ഞതിന് ശേഷം മദീനയിൽ ചെന്ന് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു ആദ്യമായിട്ട് യുദ്ധത്തിന് ആഹ്വാനം ചെയ്യണം. ആദ്യം നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം അല്ലെ. ബദറിൽ വെച്ച് നടന്ന റമളാൻ മാസം നടന്ന യുദ്ധം. അപ്പോൾ അതിൽ ഷഹീദായ ആളുകളെ ബദരീങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഒരിക്കലും അവരോട് നമ്മൾ വിളിച്ചു തേടാനോ ഒന്നും പാടില്ല. അള്ളാഹു പറഞ്ഞ എന്താണ്? അവര് മരണപ്പെട്ടവരെന്ന് നിങ്ങൾ പറയരുത്. എന്തുകൊണ്ടാണ്? അവര് ജീവിച്ചിരിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ട്. അതോർത്തിട്ട് ഇപ്പൊ അവര് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? തേടാൻ പാടില്ല അല്ലെ. അവർ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കാനും പോണില്ല. അതൊക്കെ ശിർക്കിൽപ്പെട്ട കാര്യമാണ്. പക്ഷെ അവരെ നമ്മൾ അള്ളാഹു അത്രയും ഉയർന്ന സ്ഥാനം കൊടുത്തിട്ടാണ് അവരെ ആദരിച്ചിട്ടുള്ളത്. ഇവരെ ഡയറക്റ്റ്ലി അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നാണ്. നമ്മൾ സൂറത്തു യാസീനിൽ ഒരു രംഗം പറയണ്ടല്ലേ. ഒരു നാട്ടിലോട്ട് അള്ളാഹു 2 പ്രവാചകന്മാരെ ആദ്യം അയച്ചു, പിന്നീട് ഒരു പ്രവാചകനെയും കൂടി അയച്ചു. എന്നിട്ട് അവർ പ്രബോധനം നടത്തിയപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞത്, നിങ്ങൾ ദുശകുനാണ്, ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾ ആട്ടി ഓടിക്കും, കല്ലെറിയും എന്നൊക്കെ പറഞ്ഞപ്പോൾ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടിക്കണ്ടു വന്നു. വജാ അമിൻ അഖ്സൽ മദീനത്തി, ആ ഒരായത്ത് അവിടെ പറയണ എന്താണ്? അങ്ങേയറ്റത്ത് നിന്ന് ഓടി വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്? നിങ്ങളോട് ഒരു പ്രതിഫലവും ആവശ്യപ്പെടാത്ത ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റുവിൻ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്താ ചെയ്തത്? വേറൊരു എന്തെങ്കിലും ഉപദ്രവം ചെയ്തു? ആ ആളുകളോട് നല്ലൊരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, പ്രവാചകന്മാരെ പിൻപറ്റണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ആ നാട്ടുകാർ അദ്ദേഹത്തെ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം അള്ളാഹു പറയുന്നുണ്ട്. അദ്ദേഹത്തെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. അപ്പൊ ആള് പറയണ്ട്, എൻ്റെ നാട്ടുകാർ ഇതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ അള്ളാഹു എനിക്ക് നൽകിയ സ്ഥാനം അവരറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയണത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പൊരുതി മരണപ്പെട്ടവരെ സാധാരണ മരിച്ചവരെ പോലെ നിങ്ങൾ കാണാൻ പാടില്ല.
ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള സംഘടനകളും ദീനിന്റെ മാർഗത്തിലാണെന്ന് പറഞ്ഞ് പലതും നമ്മൾ കാണാറുണ്ട്. ഒരിക്കലും ഒരു നിരപരാധികളെ കൊണ്ടുപോയി ബോംബിട്ട് കൊല്ലണത് അതൊന്നും ഈ ദീനിൽ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. അതല്ല ജിഹാദ് എന്ന് ഉദ്ദേശിക്കണത്. ഇപ്പൊ മനുഷ്യ ബോംബായിട്ട് ഇതായിട്ട് പോയി ബോംബ് പൊട്ടി മരിക്കണ ആളുകളുണ്ട്. അതും ഷഹീദല്ല. അങ്ങനെയല്ല ഷഹീദ് എന്ന് ഉദ്ദേശിക്കണത്. വളരെ സത്യമായ മാർഗത്തിൽ നീതിക്ക് വേണ്ടി പൊരുതി, നമ്മളുടെ ദീനിന് വേണ്ടി പൊരുതി. ഒരിക്കലും ദീൻ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നമ്മളോട് അള്ളാഹു കൽപ്പിക്കുന്നില്ല, അല്ലെ? നമുക്ക് നമ്മുടെ ആദർശം നമുക്ക് പ്രചരിപ്പിക്കാം, പക്ഷെ ഒരിക്കലും വേറൊരാളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഇപ്പോൾ ദീനിൽ സ്വീകരിച്ചില്ല എന്നും പറഞ്ഞ ഒരാളെ പോയി കുത്തിക്കൊല്ലാനൊന്നും പറ്റൂല. കാരണം കൊലപാതകം എന്ന് പറയുന്നത് അള്ളാഹു വൻപാപങ്ങളിൽ എണ്ണിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതാണ് ഈ ഒരു ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരിക്കലും നമ്മൾ അവരെ വിളിച്ച് തേടുവാനോ ഒന്നും പാടില്ല. അവർക്ക് അള്ളാഹു നൽകിയ സ്ഥാനം നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അടുത്ത ആയത്തിൽ പറയുന്നത് നമ്മൾ നല്ല പരിചയമുള്ള ഒരു ആയത്താണ്. വലനബുലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ഈ ആയത്തിൽ പറയണത് നിങ്ങളെ അള്ളാഹു പലതരത്തിൽ പരീക്ഷിക്കും എന്നാണ് പറയുന്നത്. സത്യവിശ്വാസികൾ എങ്ങനെയൊക്കെയാണ്? വലനബുലുവന്നക്കും എന്ന് പറഞ്ഞതല്ലേ, ആ ലാമും നൂനും ആണ് ഇതിൽ ഉറപ്പിച്ചു പറയണത്. ഈ ലാമിനെ പറഞ്ഞത് ലാമു തൗഖീദ് എന്നാണ്, ഉറപ്പിക്കാനുള്ള ലാമാണ്. നിങ്ങളെ പരീക്ഷിക്കും എന്നല്ല അള്ളാഹു പറഞ്ഞത്, പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പരീക്ഷണങ്ങളിലൊന്നും അകപ്പെടാണ്ട് വെറുതെ അങ്ങോട്ട് സുഖമായിട്ട് സ്വർഗത്തിലേക്കൊന്നും പോകാൻ പറ്റൂല. അപ്പൊ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തൊക്കെ കൊണ്ടാണ്? ബിഷൈ ഇൻ വല്ലതും കൊണ്ട്, മിനൽ ഖൗഫ് ഭയം കൊണ്ട്, പലതരത്തിലുള്ള ഭയങ്ങൾ ഉണ്ടാവാം അല്ലെ. വൽ ജൂ വിശപ്പ് കൊണ്ടും, വനഖസിം മിനൽ അംവാൽ സ്വത്തുക്കളിൽ നിന്നുള്ള കുറവ് കൊണ്ടും, വൽ അൻഫുസി ദേഹങ്ങളിൽ നിന്നും അതായത് മരണങ്ങൾ കൊണ്ട്, വസ്സമറാത്ത് ഫലങ്ങളിൽ നിന്നുള്ള കുറവുകൾ കൊണ്ടും ഒക്കെ അള്ളാഹു പരീക്ഷിക്കും. ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നേരിടുമ്പോൾ നമ്മൾ നെഞ്ചത്തടിച്ച് കരയാനൊന്നല്ല വേണ്ടത്. നമുക്ക് ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹു ഇത് എനിക്ക് വെച്ചിട്ടുള്ളതാണ്, അള്ളാഹു ആണ് എന്നെ സൃഷ്ടിച്ചത്, അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇതെന്ന ഉറച്ച ബോധത്തോടു കൂടി നമ്മൾ അവിടെ ക്ഷമിക്കുകയാണ് വേണ്ടത്, ഇല്ലേ? ഭയം എന്ന് പറയുന്നത് പലതരത്തിൽ ഭയം ഉണ്ടാവുക, യുദ്ധം ഉണ്ടാവുക, കലഹം ഉണ്ടാവുക, ശത്രുക്കളെ പേടിക്കുണ്ടാവുക, അല്ലെ? അങ്ങനെ പലതരത്തില് ഭയം ഉണ്ടാവുക. വിശപ്പ് എന്ന് പറയുന്നത് ക്ഷാമം കൊണ്ടുള്ള വിശപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും കൊണ്ടും പട്ടിണിയിലാവാം, അല്ലെ? നമ്മളിപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഫലസ്തീനുകളുടെ കാര്യം ആലോചിക്കുക. അവർ ഈ പറയുന്ന എല്ലാ പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുന്ന ആളുകളാണ്. അപ്പൊ അള്ളാഹു ഇതിൽ ഏതെങ്കിലും ഒരു പരീക്ഷണം കൊണ്ടെങ്കിലും നമ്മളെ ഒരു സത്യവിശ്വാസിയെ പരീക്ഷിക്കും എന്നാണ് പറയുന്നത്. ധനനഷ്ടം, നമ്മുടെ ഉള്ള ധനത്തിൽ നിന്ന് കുറച്ച് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനെ പരീക്ഷിക്കപ്പെടാം. ഇനിയല്ല, ആളുകളുടെ നഷ്ടം, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ നഷ്ടപ്പെടുമ്പോൾ നമുക്കത് സഹിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ. മക്കൾ നഷ്ടപ്പെട്ടവരുണ്ടാവാം, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവരുണ്ടാവും, അല്ലെങ്കിൽ തിരിച്ച് ഭാര്യമാരെ നഷ്ടപ്പെട്ടവരുണ്ടാവും. അപ്പൊ അതൊക്കെ പറയുമ്പോൾ അള്ളാഹ് എന്താ എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യണേന്നല്ല ചിന്തിക്കണത്. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. നമ്മൾ ഇവിടെ അത് അനുഭവിക്കേണ്ടവരാണ്. നമ്മൾ ക്ഷമിച്ച അള്ളാഹു അതിന്റെ നമുക്ക് പ്രതിഫലം വർദ്ധിപ്പിച്ചു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇഹത്തിൽ എന്തൊരു ആപത്ത് ബാധിച്ചാലും നമ്മൾ അള്ളാഹുവിനോടൊരു അപ്രീതി കാണിക്കുകയോ അതിനോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യാണ്ട് അള്ളാഹു നിശ്ചയിച്ചതാണെന്ന ഉറച്ച ബോധത്തിൽ നമ്മൾ ക്ഷമയോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്. അതാണ് ഈ ഒരു ആയത്തിൽ പറയണത്. ഇനി ഒരു സത്യവിശ്വാസിയുടെ നിലപാട് എങ്ങനെ ആയിരിക്കണം എന്നാണ്. ഈ ഒരു ആപത്ത് ബാധിക്കുമ്പോൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അടുത്ത ആയത്തിൽ പറയണത് അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ, ഒരു കൂട്ടർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് നല്ല പരിചയമുള്ള ഒരു വാക്കാണ് അല്ലേ. എന്താണ് ഇന്നാലില്ല എന്ന് വെച്ചാൽ? ഇന്നാലില്ലാഹി നിശ്ചയമായും ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ നിശ്ചയമായും ഞങ്ങൾ അവങ്കിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരുമാണ് എന്നാണ് ഈ പറയണത്. നമ്മൾ സാധാരണ ഒരു മരണ വാർത്ത കേൾക്കുമ്പോഴാണ് ഇത് പറയാറല്ലേ. മരണം മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ എന്തൊരു ആപത്ത് സംഭവിക്കണം, ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, എന്ത് നിസ്സാരമായ ആപത്താണെങ്കിലും അത് കേൾക്കുമ്പോൾ നമ്മൾ ഇത് പറയണം എന്നാണ് പറയണത്. ഈ ഒരു വാക്ക് പറയുന്നതിന് ഇസ്തിർജ എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ അർത്ഥം മടക്കം കാണിക്കൽ എന്നാണ്.
അപ്പോൾ ഈ അഹമ്മദ് ഇബ്നു മാജ റഹ്മഹുമുള്ള അവർ ഉദ്ധരിച്ചൊരു ഹദീസിൽ പറയണത്, നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് ബാധിച്ചു, അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മളത് പിന്നെ നമുക്കത് ഓർമ്മ വരുമ്പോൾ നമ്മൾ ഈ ഇസ്തിർജാ പുതുക്കുകയാണ്. അങ്ങനെ പുതുക്കുന്ന പക്ഷം അള്ളാഹു അതിന് പ്രതിഫലം നൽകാതിരിക്കുകയില്ല എന്ന്. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ എന്തെങ്കിലും ഒരു വിപത്ത് അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴും നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. നമ്മൾ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണ് എന്ന് നമ്മൾ പറയണം എന്ന്. അപ്പോൾ ഒരു ഹദീസ് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധവയായിരുന്നപ്പോഴാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ആദ്യത്തെ ഭർത്താവാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. എന്താണ്? ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണ്. അള്ളാഹു എനിക്ക് ബാധിച്ച ഈ ആപത്തിൽ അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകണമേ, എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായത് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു ഹദീസ് പറയണത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പഠിപ്പിച്ച കാര്യം അപ്പോൾ ഈ മരണപ്പെട്ട സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് ഓർമ്മ വന്നു, അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് അള്ളാഹു എന്താ കൊടുത്തത്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന് അബൂ സലമ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഭർത്താവായി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ രണ്ടാമത്തെ ഭർത്താവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിട്ടിയെന്ന്. അപ്പം നമ്മൾ എന്തൊരു ആപത്ത് ബാധിക്കുമ്പോഴും നമ്മൾ പറയണം ഇന്നാ ലില്ലാഹി പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവെ നമുക്ക് ബാധിച്ച ഈ ഒരു ആപത്തിൽ ഞങ്ങൾക്ക് പ്രതിഫലം നൽകണമേ, അത് ഇതിനേക്കാൾ നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ ഞങ്ങൾക്ക് നീ പകരം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. നമ്മളൊരു ആപത്ത് ബാധിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നോളണം എന്നറിയില്ല, നമ്മൾ അത്രയ്ക്കും പവർഫുൾ ഒന്നും അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഓർമ്മ വരണം എന്നില്ല. പക്ഷെ പിന്നീടാണെങ്കിലും നമുക്ക് ആ ഓർമ്മ വരുമ്പോൾ, ആ സംഭവത്തിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ നമ്മൾ ഇസ്തിർജാ നടത്താം എന്നാണ് ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലാകണം അല്ലേ. ഏതൊരു ആപത്ത് നമുക്ക് ബാധിക്കുമ്പോഴും അതിൻ്റെ ആദ്യ സമയങ്ങളിലാണ് നമ്മൾ ക്ഷമ കൈകൊള്ളേണ്ടതെന്നാണ്. കുറേ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി അവസാനം നമ്മൾ ക്ഷമിക്കണമെന്നല്ല ക്ഷമ എന്ന് പറയണത്. ആദ്യത്തിൽ തന്നെ നമുക്ക് ആ ക്ഷമ ഉണ്ടാവണം എന്നാണ്. ഇനി അടുത്ത ആയത്തിൽ വേറൊരു വിഷയമാണ് അള്ളാഹു പറയണത്, സൊഫയും മർവേനെയും കുറിച്ചിട്ടാണ് പറയണത്. എന്താണ് സൊഫ, എന്താണ് മർവ എന്നറിയാലോ എല്ലാവർക്കും അല്ലേ. കഅബയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രണ്ട് ചെറിയ കുന്നുകളാണ് സൊഫയും മർവയും. അതെങ്ങനെയാണ് ചരിത്രത്തിൽ അതിനുള്ള സ്ഥാനമെന്നും നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യ ഹാജറിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും അവിടെ മക്കത്ത് കൊണ്ടുവന്നാക്കി തിരിച്ചു പോരാണ്. ആ സമയത്ത് ഒന്നുമില്ലാത്ത ഒരു മരുഭൂമിയിൽ അവരെ ഒറ്റക്കാക്കി പോരാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. അങ്ങനെ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് കുട്ടി കരയാൻ തുടങ്ങിയപ്പോൾ ഹാജറ ബീവി ആദ്യം സൊഫ മലയിലേക്കും പിന്നീട് മറവയിലേക്കും ഓടി. എന്തിനാണ്? വല്ല കച്ചവട സംഘങ്ങൾ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കുന്നിലും കയറി നോക്കി. അങ്ങനെ ഹാജറ 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെന്നാണ്. ആ ഓട്ടത്തിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോഴും ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ സഈ എന്ന കർമ്മം നടത്തണം അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് അള്ളാഹു ഇവിടെ പറയണത്. ഈ സൊഫയും മറവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണെന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ ആരെങ്കിലും ഹജ്ജ് ചെയ്യുന്നതായാൽ അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നതായാൽ ഇതിനെ തവാഫ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് പറയണത്. നമുക്ക് ഈ ആയത്തൊന്ന് നോക്കാം. ഇന്ന സൊഫ വൽ മറവത, നിശ്ചയമായും സൊഫയും മർവയും മിൻ ശആഇരില്ല, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്, അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത, ആരെങ്കിലും ആ വീട്ടിങ്കൽ അതായത് കഅബത്തിങ്കൽ ഹജ്ജ് ചെയ്താൽ, ഔ ഇഅ്തമറ അല്ലെങ്കിൽ ഉംറ ചെയ്താൽ, ഫലാ ജുനാഹ അലൈഹി അവൻ്റെ മേൽ തെറ്റില്ല അല്ലെങ്കിൽ കുറ്റമില്ല, അയ്യത്വഫ ബിഹിമ അതിനെ പ്രദക്ഷിണം ചെയ്യുന്നതിൽ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുശ്രിക്കുകളുടെ കാലത്ത് ഇവർ ജാഹിലിയ കാലഘട്ടത്തിൽ സൊഫാ കുന്നിൽ ഇസാഫ് എന്ന് പറഞ്ഞൊരു വിഗ്രഹത്തിനെ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. മർവയിൽ നായില എന്ന് പറഞ്ഞൊരു വിഗ്രഹത്തെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ബിംബാരാധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മുശ്രിക്കുകൾ അവിടെ പോവും, അവിടെ ആരാധനകളൊക്കെ നടത്തും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ സൊഫ മർവ എന്നുള്ള പേരൊക്കെ വിട്ടിട്ട് ഇസാഫ് നായില എന്നായി ഇവർ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും ഈ വിഗ്രഹങ്ങളുടെ സ്ഥാനമായിട്ടാണ് ഇവർ കണ്ടിരുന്നത്. അപ്പോൾ മദീനത്ത് നിന്ന് ഹജ്ജിന് വരുന്ന ആളുകൾ ഈ സൊഫയിലും മർവയിലും പോകില്ല. കാരണം അത് ഈ മുശ്രിക്കുകളുടെ എന്തോ ഒരു ആരാധനാ സ്ഥലമായിട്ട് അവർ കരുതുകയാണ് ചെയ്തത്. അങ്ങോട്ട് വരാറില്ല, സഈ നടത്താറില്ല. അപ്പോൾ അള്ളാഹു പറഞ്ഞു തരാണ്, ഈ സൊഫയും മർവയും
എന്താണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടത് തന്നെയാണ്. നിങ്ങൾ നിർബന്ധമായും അത് ചെയ്യണം. അപ്പൊ ഇത് മക്കയിലെ ആളുകൾക്ക് ഇത് അവിടെ ത്വാഫ് ചെയ്യാൻ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ സഅയ് നടത്തുമ്പോൾ അവരുടെ ഉള്ളിലും ഒരു കുറ്റബോധം ഉണ്ട്. ഇതിപ്പോ നായിലേനെയും ഇസാഫിനെയും ആരാധിക്കുന്ന പ്രതിഷ്ഠിക്കുന്ന പോലെ ആയി പോവോ എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു പറയണത് നിങ്ങൾ അവിടെ പോയി സഅയ് നടത്തുന്നതിൽ തെറ്റില്ല എന്ന് പറയണത്. അപ്പൊ തെറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് അൻഹയോട് വന്ന് ചോദിച്ചു, അപ്പൊ നമ്മളിത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോന്ന്. ഇപ്പൊ ചെയ്താൽ തെറ്റില്ല എന്നല്ലേ പറഞ്ഞത്, അപ്പൊ ചെയ്യാണ്ടിരുന്നാൽ കുഴപ്പമുണ്ടോന്നാണ് ചോദിക്കണേ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ച് മറുപടി പറഞ്ഞത്, ഈ ഒരു കർമ്മം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തൊട്ടേ നടപ്പാക്കി വന്ന ഒരു കർമ്മമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തുടർന്നു വന്നു. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ പാടില്ല എന്ന്. അപ്പൊ നമുക്കത് നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ് ഈ സഅയും ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഒരിക്കലും അള്ളാഹു ചെയ്യുമ്പോൾ ആർക്കും ഒരു കുറ്റബോധം വേണ്ട. നിങ്ങൾ വിഗ്രഹങ്ങളെ ഒന്നല്ല പ്രദക്ഷിണം ചെയ്യണത്, ഈ 2 കുന്നുകളും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണെന്നാണ് അള്ളാഹു പറഞ്ഞിരുന്നത്. പിന്നെ വമൻ തതവ്വഅ ഖൈറൻ, ഇനി വല്ലവരും സ്വമേധയാ വല്ല നന്മയും കൂടുതലായിട്ട് ചെയ്താൽ ഫ ഇന്നല്ലാഹ ശാകിറുൻ അലീം, അള്ളാഹു നിശ്ചയമായും നന്ദി ചെയ്യുന്നവനാണ്, അറിവുള്ളവനാണ് എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഹജ്ജ് ചെയ്യണ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ മദീന കാലഘട്ടത്തിൽ മദീനയിലോട്ട് ഹിജറ പോയതിനു ശേഷം ഒരു തവണ മാത്രമേ ഹജ്ജും ഉംറയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത് എത്ര ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പൊ പലരും പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജ ചെയ്തിട്ടുള്ളൂ, അപ്പൊ ഒന്ന് ചെയ്താൽ മതി എന്നാണ് പറയണത്. പക്ഷെ അതല്ല അള്ളാഹു ഇവിടെ ഉദ്ദേശിക്കണത്. നമുക്ക് സ്വമേധയാ വല്ല നന്മയും ചെയ്താൽ എന്ന് പറയുന്ന അർത്ഥം നമുക്ക് നിർബന്ധമായ ബാധ്യത ഒരു തവണയാണുള്ളത്. ഇനി അതിൽ കൂടുതലായിട്ട് ഐശ്ചിക കർമ്മങ്ങൾ സുന്നത്തായ കാര്യങ്ങൾക്ക് അള്ളാഹു ഇതിന് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ അള്ളാഹു അതിന് നമുക്ക് പ്രതിഫലം തരും എന്നാണ് പറയണത്. അപ്പൊ കൂടുതൽ പുണ്യകർമ്മം ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കണ കാലത്ത് എന്താണ് സ്വഹാബികൾ ഒന്നിൽ കൂടുതൽ തവണ ഹജ്ജും ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവോടും കൽപ്പന പ്രകാരവും തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ നിഷേധിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അത് ഒരാൾക്ക് നിർബന്ധമാണ്, ആരോഗ്യവും സമ്പത്തും ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം ഉംറ ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ഇനി ആരെങ്കിലും അതിൽ കൂടുതലായിട്ട് ചെയ്യാൻ തോന്നിയാൽ അതിൽ തെറ്റില്ല, നമുക്കത് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ആയത്തിൽ പറഞ്ഞത് സ്വഫയും മറവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞു. ഈ ചിഹ്നങ്ങളിൽ പെട്ടതാണെന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, സൂറത്തുൽ ഹജ്ജിൽ പറയുന്നുണ്ട്, ആരെങ്കിലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന പക്ഷം നിശ്ചയമായും അത് ഹൃദയങ്ങളുടെ ഭക്തിയിൽ നിന്നുള്ളതാകുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ബഹുമാനിക്കുക എന്ന് പറയണത് എന്താണ്? അവിടെ എന്തോ പോരിശുണ്ട് എന്ന് തോന്നിയിട്ട് അവിടുത്തെ മണ്ണും കല്ലും ഒക്കെ വാരിക്കൊണ്ടല്ലോ ഒന്നല്ലല്ലോ, അത് കൊണ്ടല്ലോ അവിടെ തടവലോ ഒന്നുമല്ല. അള്ളാഹു പറഞ്ഞ ആ ഒരു കർമ്മം നമ്മൾ അതിൻ്റെ എന്താണ് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഈ 2 കുന്നുകൾക്ക് എന്തോ പോരിശയുണ്ട്, അവിടെ പോയിട്ട് തടവി, ഇനി പലതരത്തിലാണ് നമ്മുടെ ആളുകൾ അല്ലേ, അവിടുത്തെ മണ്ണെടുത്തുണ്ടെന്ന് അതിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ചെയ്യുക, അങ്ങനെയൊന്നും ഒരു പരിപാടിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്, ചിഹ്നങ്ങളിൽ പെട്ടതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളുണ്ട്. ഇപ്പൊ ഹജ്ജിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മുസ്ദലിഫ, മിന, അറഫ ഇതൊക്കെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഇതൊക്കെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഹജ്ജിന്റെ കർമ്മങ്ങളൊന്നും നമ്മൾ തീരുമാനിച്ചതല്ലല്ലോ. വേറെയും ഒരുപാട് കുന്നുകൾ ഉണ്ടല്ലേ. മക്ക എന്ന് പറഞ്ഞാൽ കുന്നുകൾ ഇഷ്ടം പോലെ ഉള്ള ഒരു പ്രദേശമാണ്. ഈ 2 കുന്നുകളെ പ്രത്യേകം പറയണത് എന്താണ്? നമ്മൾ ആ ഹാജറ ബീവി ഓടിയ ഓട്ടത്തിനെ അനുസ്മരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അത് രണ്ടും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ആയത്തില് ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. ഈ ആയത്തിൽ അള്ളാഹു പറയണത്, നിങ്ങൾക്ക് മാർഗദർശനമായും വ്യക്തമായ തെളിവുകളോടും കൂടി വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചു വെച്ച ഒരു കാര്യം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാൽ, മറച്ചു വെച്ചാൽ, ഏതെങ്കിലും ഒരാൾ ഒളിപ്പിച്ചു വെച്ചാൽ അവരെ അള്ളാഹു ശപിക്കുന്നതാണ്, മറ്റ് ശപിക്കുന്നവരും അവരെ ശപിക്കുന്നതാണ് എന്നാണ് പറയണത്. അപ്പൊ ഈ ഖുർആൻ എന്ന് പറയണത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഗ്രന്ഥമാണോ?
ഒരിക്കലും അല്ല അല്ലെ. ഒരു കവി പറയുന്നുണ്ട്, ഒരു കവിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, എന്താണ്, ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഖുർആൻ തൊട്ട് കഴിഞ്ഞാൽ, അന്യ മതസ്ഥർ തൊട്ട് കഴിഞ്ഞാൽ കണ്ണ് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മുതിർന്നപ്പോഴാണ് അതിൻ്റെ പരിഭാഷയെല്ലാം വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊരിക്കലും ഒരു കണ്ണ് പൊട്ടിപ്പോകുന്ന ഒരു ഗ്രന്ഥമല്ല, മനുഷ്യന്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണെന്ന്. അപ്പൊ അത് മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാണ്? എല്ലാവരും അത് വായിക്കണം, അല്ലെങ്കിൽ അത് അറിയണം, എന്താണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് മനുഷ്യ സമൂഹത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു ഗ്രന്ഥമാണ്, അല്ലാണ്ട് ഒരു കാറ്റഗറി ആൾക്കാർക്ക് വേണ്ടി മാത്രമൊന്നല്ല. പക്ഷെ അപ്പോൾ അതിൽ തന്നെ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്, അങ്ങനെ പല ആളുകളും അതിൽ വരാം. പക്ഷെ അള്ളാഹു ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് എല്ലാവർക്കും വേണ്ടിയായിട്ട്, പൊതുവെ ജനങ്ങൾക്ക്, മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചു വെച്ച് അല്ലെങ്കിൽ അറിഞ്ഞു വെച്ചിട്ട്, ഗ്രന്ഥത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് നമ്മളൊരാൾ വന്ന് നമ്മളോട് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ, നിങ്ങളതറിയാൻ പാടില്ല, ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് പറയാനുള്ളതല്ല, ഇത് മനുഷ്യ സമൂഹത്തിനുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരാളൊരു കാര്യം നമ്മളോട് വന്ന് ചോദിച്ച് നമ്മളത് ഒളിപ്പിച്ചു വെച്ചാൽ അതിന് അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ആശയങ്ങളെ പറഞ്ഞു കൊടുക്കാം, പക്ഷെ ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ നമുക്കൊരിക്കലും പാടില്ല. അപ്പൊ അത് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ആയത്തിനെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ കിതാബിലുള്ള ഒരു ആയത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വിവരവും പറഞ്ഞു തരുമായിരുന്നില്ല. ആരാണ് ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? 6000-ലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു സ്വഹാബിയാണ് അല്ലേ. ഈ സ്വഹാബിമാര് ഈ ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രവാചകന്റെ ജീവിതം നമുക്കറിയാൻ പറ്റൂ. അപ്പൊ ഏതൊരാളും നമുക്ക് കിട്ടിയ അറിവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അത് എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിച്ചോളണം എന്നില്ല, പക്ഷേ എത്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അപ്പൊ അതിലൊരു ഹദീസ് പറയണത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ച ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താ? നിശ്ചയമായും അള്ളാഹുവും അവന്റെ മലക്കുകളും ആകാശങ്ങളിലും ഭൂമിയിലുള്ളവയും മാളത്തിലുള്ള ഉറുമ്പ് പോലും ജനങ്ങൾക്ക് നല്ല കാര്യം പഠിപ്പിക്കുന്ന ആളുകളുടെ മേൽ അനുഗ്രഹം നേരുന്നതാണെന്ന്. അപ്പൊ നമുക്ക് ഒരുപാട് പ്രചോദനം നൽകേണ്ട ഒരു ഹദീസാണിതല്ലേ. നമ്മൾ പഠിച്ച ഒരു കാര്യം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം. അത് വലിയ അറിവ് തന്നെ ആവണം എന്നൊന്നുമില്ല. ഒരു ചെറിയൊരു കാര്യമായാലും, നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ പോയി ഒരു ഹദീസ് കേട്ടു, അല്ലെങ്കിൽ നമ്മൾ അത്ര പരിചയമില്ലാത്തൊരു കാര്യം കേട്ടാൽ അത് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് കാണിക്കാം ആളുകൾക്ക്. നമ്മളുടെ കുടുംബത്തിൽ അത് ഡിസ്കസ് ചെയ്യുക അല്ലെ, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഭർത്താവിനോട്, അല്ലെങ്കിൽ തിരിച്ച് ഭാര്യനോട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഒരു സദസ്സിൽ നമ്മൾ ഓർത്ത അള്ളാഹു അതിനേലും ശ്രേഷ്ഠമായ ഒരു സദസ്സിൽ നമ്മളെ ഓർക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതൊരറിവ് നമുക്ക് കിട്ടിയാലും അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ പറഞ്ഞ എന്താണ്? ഇനി ഇത് അറിഞ്ഞിട്ട് ഒളിപ്പിച്ച് വെക്കുന്ന ആൾക്കാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. ഈ ശപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുപ്പിന്റെ ആധിക്യ നിമിത്തം അള്ളാഹുവിന്റെ ദയയോ കാരുണ്യമോ അവർക്ക് കിട്ടൂല, അതിൽ നിന്നും ഇവരെ അകറ്റപ്പെടും. അതാണ് അള്ളാഹുവിന്റെ ശാപം എന്ന് പറയുന്നത്. അത് ഇഹത്തിലും പരത്തിലും അള്ളാഹുവിന്റെ ദയയിൽ നിന്നും നമ്മൾ അകറ്റപ്പെടും എന്നാണ്. സൃഷ്ടികൾ ഒരാളെ ശപിക്കുക എന്ന് പറഞ്ഞത് എന്താണ്? അവനോടുള്ള വെറുപ്പും വിരോധവും ഉണ്ടായിരിക്കലും അവനെതിരിൽ പ്രാർത്ഥിക്കലുമായിരിക്കും അല്ലേ. പക്ഷെ അതും പറഞ്ഞിട്ട് നമ്മൾ ഒരു വ്യക്തിയെ, ഒരു അവിശ്വാസിയായ ഒരാളുടെ വേണ്ടി നമ്മൾ ശപിക്കാൻ പാടില്ല എന്നാണ് അടുത്ത ആയത്തിൽ വരുന്നുണ്ടത്. നമുക്ക് നോക്കാട്ടോ. അടുത്ത ആയത്തിൽ പറയണത്, ഇല്ലല്ലദീന താബൂ വ അസ്ലഹൂ വ ബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വ അനത് തവ്വാബുർ റഹീം. ഇല്ലല്ലദീന താബു, പശ്ചാത്തപിച്ചു. ഒരാള് പശ്ചാത്തപിച്ചു. ആൾ ആദ്യം എന്തെങ്കിലും അറിവൊക്കെ ചോദിച്ചു, പറഞ്ഞു കൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ആൾക്ക് സത്യം മനസ്സിലായി, അദ്ദേഹം പശ്ചാത്തപിക്കണം. അയ്യോ, ഞാൻ അന്ന് ചെയ്തത് തെറ്റായി പോയി എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പശ്ചാത്തപിച്ചു. അയാളുടെ നിലപാട് നന്നാക്കിയാൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും എന്നാണ്. അത് ഏതൊരു തിന്മയായിക്കോട്ടെ, നമ്മൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, എന്നിട്ട് നമ്മൾ പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു തരും. അതും പറഞ്ഞിട്ട് അള്ളാഹു പുറത്തു തരുന്ന പണ്ട് നമ്മൾ തെറ്റാന്നറിഞ്ഞൊരു കാര്യം റിപ്പീറ്റ് ചെയ്ത് കുറെ കാലം ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പശ്ചാത്തപിക്കാം എന്ന് വിചാരിക്കണ ഒരാളില്ല. ഒരു തെറ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ ആ തെറ്റ് മനസ്സിലാക്കിയ ഉടനെ തന്നെ അള്ളാഹുവിനോട്ട് പശ്ചാത്തപിക്കുകയും പിന്നീട് ആ തെറ്റിലേക്ക് നമ്മൾ പോവാതിരിക്കുകയും വേണം. ആ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിൻ്റെ അടുത്ത് ആ തെറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരാൾ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്.
അടുത്ത ആയത്തില് ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാറുൻ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. നിശ്ചയമായും അവിശ്വസിച്ചവര്, അവര് മരണപ്പെട്ടു, ഈ അവിശ്വാസം കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്തവര്, അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും. മലക്കുകളും മനുഷ്യരും മുഴുവനും അവരെ ശപിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹു ഒരു അറിവ് നൽകിയിട്ട് അതിനെ മറച്ചു വെച്ചാൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞെന്താണ്? അവിശ്വാസി ആയിക്കൊണ്ട് മരണപ്പെട്ട ആള്. ഒരിക്കലും ഒരു അവിശ്വാസീനെ നമ്മൾ അയാൾ നശിച്ചു പോട്ടെ എന്ന് നമുക്ക് അങ്ങനെ അവർക്കെതിരിൽ പ്രാർത്ഥിക്കാനൊന്നും പാടില്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ പശ്ചാത്തപിക്കോ. ഒരിക്കലും ഒരു അവിശ്വാസിയായ ഒരാളെ കാണുമ്പോൾ നമ്മൾ അയാൾ ഇങ്ങനെ ആയിപ്പോട്ടെ അങ്ങനെ ആയിപ്പോട്ടെ എന്ന് മനസ്സിൽ പോലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്നാണ്. കാരണം അയാളുടെ ആ വിശ്വാസത്തിൽ നിന്നും അയാൾ എപ്പോൾ വേണമെങ്കിലും നല്ല മാർഗത്തിലോട്ട് വരാം. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും അള്ളാഹു മരിപ്പിക്കണേ. ഒരു സത്യവിശ്വാസിയായ ഒരാളെ അള്ളാഹു ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ അവസാന സമയം മോശമായി കൊണ്ട് മരിച്ചാൽ അയാൾ കാഫിറാണല്ലേ. അപ്പൊ ഈ അവിശ്വാസം എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. അള്ളാഹു ഇല്ലാന്ന് നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലേ, അതൊരു തരം വിശ്വാസികളിൽ പെട്ടാണ് കുഫർ തന്നെയാണ്. പിന്നെന്താണ്, അള്ളാഹു ഉണ്ട് എന്നൊക്കെ സമ്മതിക്കും, അള്ളാഹു ഉണ്ട്, അള്ളാഹു ഏകനാണ് എന്നൊക്കെ സമ്മതിക്കും. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനകളൊന്നും അനുസരിക്കാൻ പറ്റൂല. നമസ്കരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. പിന്നെ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതൊട്ടും പറ്റൂല. പിന്നെ നോമ്പെടുക്കാനോ? അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അള്ളാഹു ഉണ്ടെന്നൊക്കെ സമ്മതിച്ചു, ഞാൻ വിശ്വാസിയാണ്, ഭയങ്കര എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പരലോകത്തിൽ വിശ്വാസം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനകള് ധിക്കരിക്കുക, അപ്പൊ അവരും കാഫിർ തന്നെയാണ്, നിഷേധി തന്നെയാണ്. അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിനെ വിശ്വസിച്ചു എന്ന് പറയുന്നത് കൊണ്ടോ അത് സത്യമാണെന്ന് പറയണതൊന്നും കാര്യമില്ല. അള്ളാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കണം എന്നാണ്. നമ്മൾ മൊത്തത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറയാം അവർ അവിശ്വാസികളാണെന്ന് നമുക്ക് പറയാം. അല്ലാണ്ട് പ്രത്യേകം ഒരാളെ മാത്രമായിട്ട്, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരാളെ മാത്രം നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അയാൾ അവിശ്വാസിയാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. കാരണം അയാൾ നല്ല രീതിയിലോട്ടാവാമെന്ന്. അപ്പൊ ഒരു ഹദീസ് പറയണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദ്യപാനികളെ അല്ലെങ്കിൽ മദ്യപിച്ചാല് അവർക്കുള്ള ശിക്ഷ നടപ്പാക്കാറുണ്ട്. അടിയായിരുന്നു ശിക്ഷ. ഒരു പ്രാവശ്യം മദ്യപിച്ചാൽ അടി കിട്ടും, അത് കഴിഞ്ഞ് പിന്നെയും മദ്യപിച്ചാൽ പിന്നെ അടി, അങ്ങനെയാണ്. അപ്പോൾ ഈ ശിക്ഷ നടപ്പാക്കണ സമയത്ത് സത്യവിശ്വാസികളിൽ നിന്നുള്ള ആളുകളും അതിൽ ഹാജരുണ്ടാവും. നമ്മൾ സൂറത്ത് നൂറിൽ പറയുന്നുണ്ടല്ലേ, വ്യഭിചാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ ശിക്ഷ നടപ്പാക്കണ രീതിയൊക്കെ. അപ്പോൾ അങ്ങനെ പലതവണ മദ്യപാനം ചെയ്ത ഒരാളെ ശിക്ഷിക്കണ സമയം, ആ സമയത്ത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന, ഇതിന് സാക്ഷിയായി നിൽക്കണ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അള്ളാഹു അവനെ ശപിക്കട്ടെ, എത്ര അധികം പ്രാവശ്യമാണ് ഇവൻ കള്ളുകുടിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേഗം അതിനെ തിരുത്തുകയാണ്. നിങ്ങളുടെ സഹോദരനെതിരിൽ നിങ്ങൾ പിശാചിന് സഹായിയായി തീരരുത്. അതായത് നിങ്ങളുടെ സഹോദരനെതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, കാരണം അയാൾ എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് നന്നാവാലോ. അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ പ്രത്യേകമായിട്ടും ശപിക്കാൻ പാടില്ല എന്നാണ് പറയണത്. ഇനി പരലോകത്ത് ചെല്ലുമ്പോൾ ഈ സത്യനിഷേധികൾ അവരെ വഴിതെറ്റിച്ച ആളുകളെ ശപിക്കും എന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ അങ്കബൂത്തിൽ പറയുന്നുണ്ട്, പരലോകത്ത് ചെല്ലുമ്പോൾ അവിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിഷേധിക്കും. ഇവൻ കാരണമാണ് ഞാൻ പോയത്, അങ്ങനെ നിഷേധിക്കും. അങ്ങനെ തള്ളിപ്പറയണ പല രംഗങ്ങളും ഖുറാനിൽ പല സ്ഥലത്തും നമ്മൾ കാണും. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് കാണും. അപ്പൊ എന്തായാലും ഈ ശാപത്തിൽ നിന്ന് അവിശ്വാസികൾക്ക് ഒരിക്കലും ഒരു രക്ഷയില്ല, അവർ കാലാകാലം ശിക്ഷയിലായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരണത്. നമുക്ക് ഇത്രയും സമയം കിട്ടി, നമ്മളൊരു ആയുസ് മുഴുവൻ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള സമയം കിട്ടിയതിന് ശേഷമാണ്. അള്ളാഹു ഒരിക്കലും നമ്മളെ വെറുതെ അങ്ങോട്ട് ശപിക്കണമല്ല, ഇത്ര കാലം നമുക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം കിട്ടി, നമുക്ക് വേണ്ട എല്ലാ മാർഗദർശനവും അള്ളാഹുവിന്റെ നിന്ന് കിട്ടിയതിന് ശേഷവും പിന്നെ വഴിതെറ്റി പോണവരെ കാര്യമാണ് ഈ പറയണത്. ഇനി അടുത്ത ആയത്തിൽ പറയണത്, ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻളറൂൻ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ശാശ്വതമായിട്ടും അവർക്ക് ശിക്ഷ ഉണ്ടായിരിക്കും, അവരെ ഒരാളും തന്നെ നോക്കുക പോലും ഇല്ല എന്ന്. അതായത് ഒരു തരത്തിലും അവരുടെ ശിക്ഷ കുറച്ച് കിട്ടുകയില്ല, അള്ളാഹുവിന്റെ സഹായം അവർക്ക് കിട്ടുകയും ഇല്ല എന്നാണ് പറഞ്ഞത്. അടുത്ത ആയത്തിൽ പറയണത്, വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ഇലാഹാകുന്നു, അവനല്ലാതെ നിങ്ങൾക്ക് വേറൊരു ആരാധ്യനില്ല. അള്ളാഹു അവൻ എങ്ങനെയുള്ളവനാണ്? കരുണാനിധിയും കാരുണ്യവാനുമാകുന്നു, റഹ്മാനും റഹീമുമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് അവസാനിക്കുന്നത്. 154 തുടങ്ങി 163 വരെയാണ് ഈ പേജിലുള്ളത്.
ഇൻഷാ അല്ലാഹ് അടുത്ത പേജ് അടുത്തൊരവസരത്തിൽ നമുക്ക് നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.